ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ തൈപ്പൂയത്തിൻ്റെ പൊങ്കാല ദിവസമാണെന്ന്. തൈപ്പൂയത്തിൻ്റെ അന്നാണ് നമുക്ക് മുരുകൻ്റെ അമ്പലത്തിൽ പൊങ്കാല. അപ്പം അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു. നമ്മളും എത്തി. ഏകദേശം 10 മണിയോടുകൂടിയാണ് സ്റ്റാർട്ടാവുന്നത്. 9:30 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 10 മണിക്കാണ് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഹർഷയാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. കുഴപ്പമില്ലാണ്ട് തന്നെ അവൾ എടുത്തു തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ ആരും വീഡിയോ ഒന്നും എടുത്തു തരാനുണ്ടാവില്ല. ഞാൻ തന്നെ ആയിരിക്കും വീഡിയോസൊക്കെ എടുക്കുന്നത് കൂടുതൽ. അതിൻ്റെ എന്താ പറയുക, ഷൂട്ടിങ്, എഡിറ്റിങ്, ഡബ്ബിങ്, കാസ്റ്റിങ്, കോസ്റ്റിങ്, എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്തവണ ഹർഷ എനിക്ക് വീഡിയോ എടുത്തു തന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടോ. അപ്പോൾ പിന്നെന്താ, ഇങ്ങനെ കുഞ്ഞോടൊക്കെ ഞാൻ എടുത്തു തരാൻ പറയുമ്പോൾ എന്താ പറയുക, ഷെയ്ക്കാവുകയും പിന്നെ അല്ലെങ്കിൽ അവൾ മടി കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് അനുവേണ്ണും. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് അവൾ എനിക്ക് എടുത്തു തന്നു. ചെറിയ രീതിയിലൊക്കെ ഷെയ്ക്കാവുന്നുണ്ട്, എന്നാലും ഞാൻ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ വരാറുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ അവൾ എനിക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം ഞാൻ പൊങ്കാല ഇട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ അനുവേട്ടന് നമ്മുടെ അജി തിരുമേനിയുടെ എണ്ണക്കടയിൽ നിൽപ്പുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ കയറി ഞങ്ങൾ തൊഴുത് അത് കഴിഞ്ഞിട്ട് അനുവേട്ടൻ എണ്ണക്കടയിലേക്ക് പോയി. ഞാൻ അമ്മ കുഞ്ഞൊന്നും തൊഴുതിട്ടില്ല. പൊങ്കാല ഇട്ടിട്ട് തൊഴാമെന്ന് കരുതി. കാരണം അതിന് മുമ്പ് ഇതൊക്കെ ഒരുക്കേണ്ടതുകൊണ്ട് അതൊന്നും അമ്പലത്തിൽ കയറാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുക്കിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയെങ്കിലും അമ്പലത്തിൽ നമ്മുടെ ഭണ്ഡാരി അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് അവിടെ അനൗൺസ്മെൻറ്റ് വരുമല്ലോ. അപ്പോൾ ഞങ്ങളിനി തൊഴാൻ കയറുന്ന സമയത്തെങ്ങാനും അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ഒപ്പം തുടങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അതേ നമ്മുടെ ഒരുക്കങ്ങളും നമ്മുടെ വെറ്റില വിളക്കും ഉപ്പ് വിളക്കും കൽക്കണ്ട വിളക്കും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മാസത്തേത് നമ്മുടെ തൈപ്പൂയത്തിന് നമ്മുടെ മുരുകൻ്റെ എന്താ പറയുക, തൃപ്പാദങ്ങളിൽ അല്ലെങ്കിൽ തിരുമുറ്റത്ത് എനിക്ക് കത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരുപാട് സന്തോഷം. അപ്പോൾ അതേ എല്ലാവരും പൊങ്കാലയൊക്കെ ഒരുക്കി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. വലിയ വെയിലില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള വെയിലുണ്ട്. പിന്നെ ആ ആൽമരത്തിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങോളം കിട്ടുന്നുണ്ട്. കാരണം വെയിലിൻ്റെ ഒരു എഫക്റ്റ് അതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചക്കുളത്ത് പൊങ്കാല ഇട്ടപ്പോൾ ഭയങ്കര തീ വെയിലായിരുന്നു. എന്നിട്ടും അവസാനം വരെ തളരാതെ പോരാടി പൊങ്കാല ഇട്ടു കേട്ടോ. ഇവിടെ അത്രയും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അപ്പുറത്തുള്ളൊരു ചേച്ചിക്ക് ശർക്കര ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചച്ഛൻ്റെ മോൻ അനന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗണപതിക്ക് വെച്ച് പോയി കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്ന്. അപ്പോൾ അവനത് കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് ആ ചേച്ചിക്കും പിന്നെ അടുത്ത് നിന്ന് 2-3 ചേച്ചിമാർക്ക് ശർക്കര ഇല്ലായിരുന്നു, അവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഗണപതി പ്രസാദം ഒരിക്കലും അതെല്ലാം വെച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ഒക്കെ അങ്ങനെയൊക്കെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക നടക്കാനായിട്ട്. ഇല്ലാത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. എല്ലാ പൊങ്കാലയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് മറ്റേ സാമ്പ്രാണി കുത്തണതില്ല, എന്നിട്ട് നമ്മുടെ ഗീത ചേച്ചിയാണ് തന്നത് കേട്ടോ. പിന്നെ ഇതേ അമ്പലത്തിൽ ഭണ്ഡാരി അടുപ്പിൽ വിളക്ക് കൊളുത്തി അവിടുന്ന് തിരി കത്തിച്ച് കൊണ്ടുവന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്ത് കത്തിക്കുന്നുണ്ട്. ആ ഒരു അടുപ്പിൽ നിന്ന് വേണം നമ്മുടെ അടുപ്പിലേക്ക് അഗ്നി പടരാനായിട്ട്. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ ദീപങ്ങൾ കത്തിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് തിരി എടുത്തിട്ട് വേണം അടുപ്പ് കത്തിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇത്തവണ വലിയൊരു അബദ്ധം പറ്റി. എൻ്റെ അടുപ്പ് എല്ലാ പൊങ്കാലയ്ക്കും ഞാൻ തന്നെയാണ് വെക്കുന്നത്. ഇത്തവണ ആ ചേട്ടന്മാരെ എവിടെ കല്ല് വെച്ചോ അത് ഞാൻ അനക്കാണ്ട് അവിടെ വിറക് വെച്ച് കത്തിച്ചു. പക്ഷെ അതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തീ കത്തുന്നുണ്ട്, പക്ഷെ പുറത്തേക്കാണ് കത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതെനിക്ക് ഭയങ്കര വിഷമമായി ലാസ്റ്റ്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും വർഷം പൊങ്കാല ഇട്ടിട്ടും എനിക്ക് ഇതുപോലെ ലേറ്റായിട്ട് തിളയ്ക്കുന്ന ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. എന്തോ ദോഷമാണെന്നൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നി. പക്ഷേ എന്താ പറയുക, പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലൊരു ആശ്വാസമായിട്ടായിരിക്കും തോന്നുകയും പിന്നെ അമ്മയും ചിറ്റയും അടുത്തുള്ളവരൊക്കെ പറയുകയും ചെയ്തു. അടുപ്പ് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അടുപ്പ് ഞാൻ അങ്ങനെ വെച്ച് കത്തിച്ചു. കണ്ടാൽ മനസ്സിലാവും ഒട്ടും ഗ്യാപ്പില്ല അടുപ്പിന്. ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തോ കഷ്ടകാലത്തിന് ഞാൻ ശ്രദ്ധിച്ച കണ്ടു. അമ്മയുടെ അടുപ്പിന് നല്ല ഗ്യാപ്പുണ്ട്. കാരണം അമ്മ തന്നെ അത് അറേഞ്ച് ചെയ്ത് വെച്ചു. ചക്കുളത്തും ആറ്റുകാലമൊക്കെ നമ്മൾ തന്നെ കട്ട എടുത്തിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ തന്നെ അടുപ്പ് എന്താ പറയുക, ഞാൻ തന്നെ എൻ്റെ അടുപ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അതുണ്ടാവും. പക്ഷേ ഇത്തവണ അവർ വെച്ചതിൻ്റെ മുകളിൽ തന്നെ ഞാനങ്ങ് കയറ്റി വെച്ചു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. അതിൻ്റേതായ കുഴപ്പങ്ങൾ എന്തായാലും ഉണ്ടായി, സാരമില്ല. പിന്നെ ചിറ്റ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ 3 മാല. നന്നായിട്ട് ചിറ്റ അത് കെട്ടിക്കൊണ്ടുവന്നു. ഇത്തവണ ഞാൻ മറന്നുപോയ മറ്റൊരു കാര്യമാണ് മാല കേട്ടോ. എല്ലാ പ്രാവശ്യവും കലത്തിൽ കെട്ടുന്ന മാല ഞാൻ വാങ്ങാറുണ്ട്. ഇത്തവണ അത് ഞാൻ മറന്നുപോയി. എന്തായാലും ചിറ്റ 3 പേർക്ക് മാല കെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വെള്ളപ്പൂ വെച്ചിട്ട്. എന്നാലും അത് ഭംഗിയായി കേട്ടോ. പിന്നെ എൻ്റെ ഒച്ചയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ തൈപ്പൂയത്തിന് അന്ന് എനിക്ക് ഒട്ടും ശബ്ദം ഉണ്ടായിരുന്നില്ല, വെറും കാറ്റ് മാത്രമായിരുന്നു കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അതിൻ്റേതായ ഒരു ഇഷ്യൂ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴുണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ.
എന്താണെന്നറിയില്ല. ചൂടുവെള്ളം ഉപ്പുവെള്ളമൊക്കെ പിടിക്കുന്നുണ്ട്, ക്ലിയറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ നല്ല പുകമയമാണ് അമ്പലത്തിൻ്റെ മുറ്റത്ത്. എന്നാലും അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല ഭക്തിപൂർണ്ണമായിട്ട് ഇങ്ങനെ നിന്ന് ഭഗവാന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി തുടച്ചൊക്കെ മാറിയൊക്കെ നിൽക്കുകയാണ് പുക കാരണം. കുഞ്ഞിപ്പെണ്ണും എന്നോട് പൊങ്കാലിടാനായിട്ട് നോയമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുക അങ്ങോട്ടായി തുടങ്ങിയപ്പോൾ ആൾ തലയിൽ തോർത്ത് വിട്ട് പതുക്കെ മാറി നിൽപ്പുണ്ട്. അതുവരെ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു, ഞാൻ പൊങ്കാല ഇടും, ഞാനാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പുക വരാൻ തുടങ്ങിയപ്പോൾ ആൾ പതുക്കെ മാറിയിട്ടോ. അത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പം നല്ല രീതിയിൽ പുകയൊക്കെ വന്നപ്പോഴത്തേക്കും കക്ഷി മുങ്ങി. അപ്പോൾ ഇത് എൻ്റെ അടുപ്പിൽ ഇങ്ങനെ എന്താ പറയുക, തീ കണ്ടോ ഇതുപോലെ കത്തണം. ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന ചേച്ചിമാർ കണ്ടോ. അപ്പോൾ എൻ്റെ അടുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അമ്മയുടെ അടുപ്പിൽ കാണുന്ന ഗ്യാപ്പിൻ്റെ പകുതിയുടെ പകുതി പോലും എൻ്റെ അടുപ്പിലുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ്. എന്തായാലും ഇനിയുള്ള എല്ലാ പൊങ്കാലകളിലും ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കും. അതിനൊക്കെ എനിക്ക് കിട്ടിയൊരു പാഠമായിരിക്കും. അത് ഞാൻ വലിയൊരു പാഠമായിട്ട് കാണുന്നു. എന്താ പറയുക, പാലൊക്കെ അത്ര നേരം തിളയ്ക്കാതെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്നവർ തിളയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു വിഷമമാണ്, അയ്യോ എൻ്റെ തിളച്ചില്ലല്ലോ. അത് എല്ലാ സ്ത്രീകൾക്കും, പൊങ്കാലിടുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. എനിക്കെന്തായാലും അത് ഇത്തവണ ഉണ്ടായി, എനിക്ക് ഇത്രയും കാലം ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും ഇതേ അമ്മയുടെ പൊങ്കാല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുരവീടലും ഒക്കെ ഇങ്ങനെ കേൾക്കാം. ഓരോ പൊങ്കാല തിളയ്ക്കുമ്പോഴും കുരവീടൽ നമുക്ക് കേൾക്കാം കേട്ടോ. എന്തായാലും ഇതേ നല്ല രീതിയിൽ ഐശ്വര്യപൂർണ്ണമായിട്ട് നമ്മുടെ പാലിതാ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അമ്മയുടെ ചിറ്റയുടെയൊക്കെ തിളച്ചു കേട്ടോ. എൻ്റെ ഇത് തിളയ്ക്കാൻ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് അടുപ്പ് കത്തണില്ല, അത് വെളിയിലാണ് കത്തുന്നതെന്ന് ചുറ്റി നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് അടുപ്പ് പിന്നെ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അനക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്തായാലും അതിന് ശേഷം തിളച്ചു, സമാധാനമായി, സന്തോഷത്തോടു കൂടി തൊഴാൻ പോയിട്ട് എല്ലായിടത്തും ഭഗവാനെ നന്നായിട്ട് തൊഴുതിട്ട് നമ്മൾ തിരികെ എത്തിയപ്പോഴത്തേക്കും അറ്റത്തുനിന്ന് ഇങ്ങനെ തളിച്ച് വരുന്നുണ്ട് തിരുമേനി. അപ്പോൾ പൊങ്കാല തളിക്കാനായിട്ട് എത്തി. ആ സമയത്ത് എന്തായാലും എത്താൻ പറ്റി. ചുറ്റും കർപ്പൂരമൊക്കെ കത്തിച്ചു, നമ്മൾ നേർച്ചയൊക്കെ കൊടുത്തു, എന്താ പറയുക, വഴിപാടൊക്കെ കൊടുത്തു. സമാധാനമായിട്ട് നമ്മളിനി പാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. വേറൊന്നുമില്ല, പാലും പഞ്ചസാരയായിരുന്നു. പഞ്ചസാര കൂടുതലാണെന്ന് ഞാൻ അമ്മയോട് പറയാമായിരുന്നു. നല്ല രീതിയിൽ പഞ്ചാര ഇട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ ഇങ്ങനെ പാലിൽ പഞ്ചാരയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ ഇത് നമുക്കൊരു പാൽപ്പായസം കുടിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ. ഭഗവാന് സമർപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. കാരണം വെറും പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. പക്ഷേ പാൽപ്പായസത്തിൽ പല പല ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ ഇതിന് നമുക്ക് പാൽപ്പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചതായിരിക്കും എന്ന് എന്താ പറയുക, വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവർക്കെല്ലാം ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് കണ്ടു നിൽക്കുകയാണ്. എന്ത് വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ തൊണ്ടയെല്ലാം പോയി കിടക്കുകയാണ്. ഞാനങ്ങനെ പൊതുവേ വെയിലുള്ള സമയത്ത് തണുത്തൊന്നും വാങ്ങി കഴിക്കാറില്ല. പിന്നെ ഇവിടെ നല്ല ഭക്തിഗാനമേള നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞിയുടെ ഒരു ടീച്ചറുണ്ട്, രാജശ്രീ ടീച്ചർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഹസ്ബൻഡിൻ്റെ ഒരു ട്രൂപ്പാണ്, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ കാവടിയൊക്കെ അമ്പലത്തിൽ വന്നു തുടങ്ങി. കാവടി കാണുക എന്നുള്ളത് വേറൊരു സ്പെഷ്യാലിറ്റിയാണ് തൈപ്പൂയത്തിന്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും എന്താ പറയുക, കാവടി കാണണം. പിള്ളേരുടെ ആ ഒരു കാവടി തുള്ളലും അതുപോലെ തന്നെ വലിയവരൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസാണത്. ഭയങ്കര എൻജോയ്ഫുള്ളാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. അടിപൊളി.
11 മണി 11:30 ആ സമയത്താണ് കാവടി അമ്പലത്തിൻ്റെ മുറ്റത്തെത്തുന്നത്. ആ സമയത്ത് ഇവിടെ വെള്ളം വിതരണമുണ്ട്. വെറും വെള്ളമല്ല, നാരങ്ങ വെള്ളമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വേലായുധ ദാസന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് യൂത്ത് എന്താ പറയുക, യൂത്തുകളുടെ എന്താ പറയുക ചക്രവർത്തി അല്ലെങ്കിൽ സേനാധിപതി എന്നൊക്കെയാണ് കേട്ടോ മുരുകൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ നല്ലൊരു ടീമുണ്ട്, വേലായുധ ദാസന്മാർ. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ അമ്പലത്തിൻ്റെ ഇല്ലത്തിലെ ആൾക്കാരുടെ നേതൃത്വത്തിൽ. എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല നമുക്ക് ദാഹം മാറ്റി എന്താ പറയുക, ഞാനൊരു 3-4 ഗ്ലാസ് കുടിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് കേട്ടില്ലേ, ഇതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ പാട്ടുകൾ ഓരോന്നും ആ ട്രൂപ്പിൽ പാടിയിട്ടുള്ള എല്ലാവരും, പേരൊന്നും എടുത്ത് പറയാൻ എനിക്കറിയില്ല, എല്ലാവരും അടിപൊളിയായിട്ട് പാടി. ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി തകർത്തു കേട്ടോ. ഭക്തി ഗാനമേളയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. അവരിനിയും വലിയ വലിയ വേദികൾ അവർക്ക് കിട്ടി ഉയരട്ടെ. അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മൾ എന്താ പറയുക, ഊണ് കഴിക്കുന്ന സമയം ഒരു 12 കൂടിയിട്ട് ഊണൊക്കെ കൊടുത്തു തുടങ്ങി. നമ്മുടെ പച്ചമോര്, സാമ്പാർ, തോരൻ, നാരങ്ങ അച്ചാർ, പപ്പടം, ഇത്രയും മതി, ഇത് തന്നെ ധാരാളം. ഈ അമ്പലത്തിൽ ഒരു പച്ചമോരും ഉപ്പും അല്ലെങ്കിൽ ഒരു അച്ചാറും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സ്വാദ് വേറെ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചാലും നമുക്ക് കിട്ടില്ല. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് എത്ര ഹോട്ടലിൽ പോയിട്ട് എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപ്പിട്ട കഞ്ഞി കുടിക്കുന്ന സ്വാദ് എനിക്ക് വേറെ ഒന്നിനും തോന്നിയിട്ടില്ല. അത്രയും തൃപ്തിയും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നതും അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോഴാണ് കേട്ടോ. അമ്പലത്തിൽ ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും കിട്ടുന്ന കഞ്ഞി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ കുഞ്ഞിയും കഴിച്ചോളും. കുഞ്ഞിയെ നിർബന്ധിക്കേണ്ട കാര്യമില്ല ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതേ കുഞ്ഞിയും വൈദും ഒക്കെ കൂടി ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ കുഞ്ഞിയുടെ വൈദുവിൻ്റെ അംഗനവാടി ടീച്ചറാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി ടീച്ചറിനെ കണ്ടപ്പോൾ. ടീച്ചർ രണ്ടുപേരെയും കെട്ടി, കുറേ നേരമായി ഞാനിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്, രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടീച്ചർ പോയി. അതിനുശേഷം ഞങ്ങളിതേ എല്ലാം കെട്ടിപ്പെറുക്കി വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹർഷ ഓട്ടോ പിടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം ഇതേ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ വരുന്ന സന്ധ്യയ്ക്കാണ്. സന്ധ്യയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ടുള്ള വ്യാസൻ ചേട്ടനുണ്ടല്ലോ, നമ്മുടെ അമൃത TV-യിലെ സന്ധ്യാദീപം അങ്ങനെയുള്ള പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് നമുക്ക് നോക്കിയാൽ കാണാം. അടിപൊളി പ്രഭാഷണമായിരുന്നു. എന്താ പറയുക, നല്ലൊരു സബ്ജക്റ്റും ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം എൻ്റെ ഫോണിൽ സ്പേസ് തീരെ കുറവാണ്. നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം അതിഗംഭീരമായി അതിസന്തോഷമായി ഇങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അവിടെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ജാടയൊന്നും ഇല്ലാത്ത മനുഷ്യരാണ് കേട്ടോ. ചേട്ടൻ്റെ കൂടെ നമ്മൾ ഫോട്ടോസ് എടുത്തു. എൻ്റെ ഫോണിനും ശബ്ദത്തിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം എന്താ പറയുക, എനിക്ക് ആളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ 1-2 ഫോട്ടോസ് കൂടുതൽ എടുക്കാനോ നമ്മുടെ ചാനലിനെ കുറിച്ചൊന്നും പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ആളുടെ കൂടെ ഒന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷം. ഒക്കെ മുരുകൻ സ്വാമിയുടെ അനുഗ്രഹം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.